വാർത്തകൾ തുടരുന്നു. ഇന്ധന വിലവർധന പിൻവലിക്കുക, മീറ്റർ സമ്പ്രദായം ക്രമീകരിക്കുക, ഇൻഷുറൻസ്, ക്ഷേമനിധി എന്നിവയിൽ സർക്കാർ നിബന്ധന പാലിക്കുക, ഓട്ടോ പാർക്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക, ജീവനക്കാരുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ടോൾ വ്യവസ്ഥ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ഓട്ടോ സേവന സമിതി തലക്കുളം യൂണിറ്റ് സമരത്തിന് തയ്യാറെടുക്കുന്നു. ഇത് സംബന്ധിച്ച് തൃപ്യാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് PS സോജൻ, സെക്രട്ടറി PD ജെയ്സൺ, വൈസ് പ്രസിഡന്റ് KH ഖാലിദ്, PV മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയും തുടർന്നുണ്ടാകണം. നിങ്ങളും അതുപോലെ ഞങ്ങളും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തൃശൂർ ഓട്ടോ സേവന സമിതി എന്ന ചാരിറ്റബിൾ സൊസൈറ്റി നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോയിരുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അടിക്കടി ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർധന, അതുപോലെ സ്പെയർ പാർട്ടുകളുടെ വർധനവ്, അതുപോലെ ഓട്ടോറിക്ഷ സർവീസ് ചാർജ് തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കാലത്തും ഇല്ലാത്ത പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ്. കൊല്ലത്തിൽ എത്ര പ്രാവശ്യമാണ് ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിക്കുന്നതിന് അറിയാൻ സാധിക്കാത്ത സാഹചര്യം പോലെയാണ്. മാസത്തിലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ പെട്രോളിന്റെ വില വർധന, ഡീസലിന്റെ വില വർദ്ധിക്കുമ്പോൾ നെടുമ്പുര സെന്ററിൽ നിന്ന് കാട്ടൂർ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ പുതുതായി നിർമ്മിച്ച പാലത്തിന്റെ അശാസ്ത്രീയത വലിയ അപകടത്തിന് കാരണമായെന്ന് ആക്ഷേപം. പാലത്തിന്റെ ഒരു ഭാഗത്ത് ഗട്ടർ രൂപപ്പെട്ടതിനാൽ മറുഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് എന്നതിനാൽ എതിർദിശയിലുള്ള വാഹനങ്ങൾ പലതും കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. വണ്ടിയിലുണ്ടല്ലോ, ആ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് അതിൽ കൂടെ ചാടും. ചാടിയ ബൈക്കിൽ ഇപ്പൊ വരുന്ന ബൈക്കൊക്കെ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അപ്പം അവിടെ ചാടും. ഇവിടുന്ന് വരുന്ന വണ്ടി, ആ വണ്ടി റോങ് സൈഡേ കയറി വരിക. അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി അത് അറിയുന്നവർ തിരിച്ച് റോങ് സൈഡ് കയറി വരും. ഈ റോങ് സൈഡ് കയറി വരുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി വൈകിട്ട് ആക്സിഡന്റ് ആവും. ഒരു ചവിട്ടി അപ്പം സ്കിഡാവും വണ്ടി. ആ കല്ല് കണ്ടില്ലേ, ഈ കല്ലുമർ അത് അശാസ്ത്രീയമായിട്ട് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഭയങ്കര പ്രശ്നമുണ്ടാവും. ഉണ്ടായതിനു ശേഷം പിന്നെ നമ്മൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അതിന് മുന്നേ അതിന് ഒരു പരിഹാരം കാണും. അതാണ് എന്റെ ആവശ്യം. റോഡ് വേണ്ട വിധത്തിൽ ടാർ ചെയ്യാത്തതാണ് അപകടം ഉണ്ടാക്കാൻ പ്രധാന കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. കാട്ടൂരിൽ ഫാമിൽ നിന്നുള്ള മാലിന്യം ഒഴുകി കിണർ വെള്ളം ഉപയോഗശൂന്യമായെന്ന പരാതിയെ തുടർന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുകയും വെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുക്കുകയും ചെയ്തു. കാട്ടൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന പാലത്തിങ്കൽ ആന്റണിയുടെ വീട്ടുകിണറ്റിലാണ് പരിശോധന നടത്തി സാമ്പിൾ ശേഖരിച്ചത്. 100 വർഷം മുമ്പ് നിർമ്മിച്ച 28 അടി താഴ്ചയുള്ള കിണറാണ് ഉപയോഗശൂന്യമായത്. സമീപത്തെ വീട്ടിലെ അശാസ്ത്രീയമായ ഫാമിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് കിണറ്റിലെത്തുന്നതെന്ന് പൊല്യൂഷൻ ബോർഡിന് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി കിണർ പിന്നെ വെള്ളം ചീത്തായി എന്ന് പറഞ്ഞിട്ടാണ് പരാതി കിട്ടിയത്. നമ്മൾ ആദ്യം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ബാക്ടീരിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ പരിശോധനയിൽ. രണ്ടാമത്തെ പരിശോധനയിൽ അതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഇപ്പോൾ ഇന്നോട് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അതിന്റെ അതെ. ഇപ്പൊ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാണ്ട് ഇപ്പൊ അടുത്ത വീട്ടിലെ ലൂയിസ് പനികുളത്തിന്റെ പശുവിന്റെ ചാണവും അടുത്ത വീട്ടിലെ കോഴിയുടെ ഫാമിന്റെ കോഴിക്കാട്ടവും ഇതൊക്കെ ആയിട്ട് കിണറാകെ കറുത്ത് ഇതായിട്ട് 6 മാസമായി. ഇപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളം ഇപ്പൊ കിട്ടണില്ല. പലയിടത്തും പരാതിപ്പെട്ടു. പഞ്ചായത്തിൽ സെക്രട്ടറിയോടും പലരും സെക്രട്ടറി ഇന്ന് വരെ ഈ 6 മാസമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സ്ഥലം നോക്കാനോ അതിനെ പറ്റി കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. തൃശ്ശൂര് ഹെൽത്ത് ഓഫീസിൽ ഹെൽത്ത് വെള്ളത്തിന്റെ ഇതിൽ അവിടെ കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നു. അവർ വന്ന് റിസൾട്ട് എടുത്തു. വെള്ളം 2 പ്രാവശ്യം വന്ന് അവർ വെള്ളത്തിന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വെള്ളം അവർ ഉപയോഗിക്കായിരുന്നു. ബാക്ടീരിയയും കോളിഫാമും ഒക്കെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ശുദ്ധി ആയിരിക്കുന്നവരെ ഉപയോഗിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വാട്ടർ കണക്ഷന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ MLA-യോടും മന്ത്രി PJ ജോസഫിനോട് അനുവദിച്ചു. അവർ കണക്ഷൻ തരാമെന്ന് PWക്ക് ലെറ്റർ തന്നു. എന്നിട്ടും കൂടി ഇവിടുത്തെ PWക്കാരും ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും അത് അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ തന്നിട്ടില്ല. ഒരു പബ്ലിക് വാട്ടർ കണക്ഷൻ വരെ സെക്രട്ടറി ഞങ്ങളോട് തരാമെന്ന് പറഞ്ഞ് രേഖാപൂർവ്വം തന്ന കള്ളാസുകളുണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു വാട്ടർ കണക്ഷൻ കൂടി ഇല്ല. ഇപ്പൊ കുടിക്കാൻ ഞങ്ങൾക്ക് 6 മാസമായിട്ട് കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾക്കൊരു പബ്ലിക് വാട്ടർ കണക്ഷൻ അടുത്ത വീട്ടിലത്തെ ഒരു കിണറ്റിൽ നിന്നാണ് വെള്ളം തന്നിരുന്നത്. ഇപ്പൊ അവർക്ക് വേനൽക്കാലം ആയാലും അവർക്കും വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായാലും അവർ വെള്ളം എടുക്കേണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുടിക്കാൻ ഇപ്പോൾ വെള്ളമില്ല ഞങ്ങൾക്ക്. ഇന്നിപ്പോൾ ഇവർ വന്ന് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്ത് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ലൂയിസ് പനിയോളം ഇതുവരെ പശുവിനെ 10-25 പശുവിനെ വളർത്താനായിട്ടുള്ള ലൈസൻസ് പോലും അയാൾക്കില്ല.
അയാളിപ്പോൾ പശുവിടെ എണ്ണം കുറച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ സാറ് വന്നപ്പോൾ പറഞ്ഞു. പക്ഷെ എണ്ണം കുറച്ചുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും കാലത്തും വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ചാണത്തിൻ്റെ മണം, മൂത്രത്തിൻ്റെ മണം കാരണം ഭക്ഷണം പാകം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയും. അതുകൊണ്ട് ഇത് മേലധികാരികൾ ഇതുവരെ യാതൊരു നമുക്ക് ഇതുവരെ ഒരു ഗുണവും ഇതുവരെ ചെയ്തിട്ടില്ല. പലയിടത്തും റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 48 പോയിന്റോടെ UP വിഭാഗത്തിൽ തളിക്കുളം SNVUP സ്കൂൾ കിരീടമണിഞ്ഞു. സ്കൂളിൽ നടന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ വന്ന സമയത്ത് ഞാനും മാഷ് പറഞ്ഞത്, ഈ സ്കൂളിൽ നിന്ന് പഠിച്ച രഗിൽ ഘോഷ് എന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഇന്ന് ഓടുകയാണ്. ആദ്യമായി രഗിൽ ഘോഷിന് 1ാം സ്ഥാനത്ത് എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുക. നമ്മുടെ ഈ പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാം, തീരപ്രദേശമാണ്. ഈ തീരപ്രദേശത്ത് നിന്ന് SNVUP സ്കൂളിലെ കുട്ടികൾ ജില്ലാ തലത്തിൽ കയറി നമ്മുടെ 12 സബ് ജില്ലകളിൽ നിന്ന് ഒന്നാമതെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷം തോന്നുകയാണ്. നമ്മുടെ ഈ പ്രദേശം പ്രത്യേകിച്ചും വെൽപ്പാട് സബ് ജില്ലയിൽ ഏറ്റവും പുറകിലായിരുന്നു. നമ്മൾ ഏതാനും വർഷങ്ങളായിട്ടാണ് നമ്മളിങ്ങനെ പതുക്കെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പുറകിൽ നിൽക്കുന്ന ഈ സബ് ജില്ല ഇന്ന് ജില്ലയിൽ ഒന്നാമത് എത്തിയെന്ന് പറയുമ്പോൾ അതിന് മുഴുവൻ ക്രെഡിറ്റും ഇവിടുന്ന അധ്യാപകന്മാർക്കും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത മാനേജ്മെന്റ് PTAക്കും പിന്നെ അതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കുമാണ്. അതുകൊണ്ട് ഇരട്ടി മുഴുവനാണ് നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. SNVUP സ്കൂളിൽ സാധാരണ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പരമാവധി കഴിവുകൾ തെളിയിച്ച് 1ാം സ്ഥാനത്ത് എത്താറുണ്ട്. കലോത്സവ വിജയികളെ മാനേജർ EA സുഗതൻ മാസ്റ്റർ, HM TK ശോഭന, PTA പ്രസിഡന്റ് റീന പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് വിനയൻ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനവും നടത്തി. ഒരു ഇടവേള കൂടി.